പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ ഒരു സെയിം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇവിടെയും ഉണ്ടായിരുന്നത്. നമുക്ക് ഉള്ളിൽ കയറുമ്പോഴുള്ള ആ ഒരു സംഭവമൊക്കെ ആ സെയിം തന്നെയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോഴുള്ള ആ ഒരു ലൈറ്റിങ്ങും ആ വിഷ്വലൈസേഷനും സിംഗപ്പൂരിൻ്റെ കാര്യങ്ങൾ പറയുന്നതൊക്കെയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അത് നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഈ ഒരു ക്യാബിനിലാണ് നമ്മൾ കയറുന്നത്. ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ ഇൻസ്ട്രക്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഓരോരുത്തരായിട്ട് നമ്മളിങ്ങനെ കടത്തി വിടുന്നതായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് കയറണം. ഇത് നമ്മുടെ ഗാർഡൻസ് ബൈ ദ ബേ ആണ്. സിംഗപ്പൂരിൽ പോവുകയാണെങ്കിൽ തന്നെ കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് സംഭവമാണെന്ന് ഞാൻ പറയും. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ബെന്നീസ് റോയൽ ടൂർസിൻ്റെ ഒപ്പമാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് പോയത്. ഗ്രൂപ്പ് ട്രിപ്പായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടോ. ഇനി നമുക്ക് കമ്മിങ് ടു ദ പോയിന്റ്, ഗാർഡൻസ് ബൈ ദ ബേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. സിംഗപ്പൂർ പോകേണ്ട ഒരു മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഒരുപാട് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്, അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയും അത് അവർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സംഭവം അത് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആണ്. വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നൊരു പരിധിയാണ്. ഇത് നേക്കഡ് ഐസ് കൊണ്ട് തന്നെ കണ്ട് ആസ്വദിക്കേണ്ട സംഭവമാണ്. അതിൻ്റെ ഉള്ളിലുള്ള ഒരു വാട്ടർഫോളും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയും ഭയങ്കര തണുപ്പാട്ടോ അതിൻ്റെ ഉള്ളിൽ. കാരണം അവർ ആ ഒരു പ്ലാന്റ്സ് ഒക്കെ പ്രിസർവ് ചെയ്തിരിക്കുന്നത്. പിന്നെ വൈകുന്നേരം അവിടെ ഒരു ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു. നമ്മുടെ പുത്തമ്പള്ളി പെരുന്നാണ്ട് അത്രയൊന്നും വരില്ല എന്നുണ്ടെങ്കിലും നമുക്കത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നെക്സ്റ്റ് പാർട്ടിൽ കാണാം. അപ്പോൾ നമുക്ക് ബൈ.